നമസ്കാരം. ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂർ എഴുതിയ ലേഖനം വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇടത് സർക്കാരിന് വലിയ ആശ്വാസമാകുന്ന ലേഖനമാണ് ശശി തരൂരിൻ്റെ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ശശി തരൂരിൻ്റെ ആ ലേഖനം CPM ഏറ്റെടുക്കും. ലോകം അറിയുന്ന ബുദ്ധിജീവിയാണ് ശശി തരൂരെന്നും 4 വർഷം തുടർച്ചയായി ലോകസഭയിലേക്ക് ജയിച്ച വിപ്ലവകാരിയാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. മഹാനായ ഡിപ്ലോമാറ്റാണ് ശശി തരൂരെന്നും ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥ വസ്തുതയാണെന്നും ബാലൻ പറയുന്നു. കോൺഗ്രസിൽ തരൂരിനെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയരുന്നത്. മുസ്ലിം ലീഗും തരൂരിനെ അംഗീകരിക്കുന്നില്ല. ഇതിനിടെയാണ് CPM തരൂരിനെ പുകഴ്ത്തുന്നത്. കേരളത്തിന്റെ വ്യവസായ വളർച്ച അതിശയിപ്പിക്കുന്നതാണെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് ലേഖനം എഴുതിയ ശശി തരൂരിനെതിരെ UDF കൺവീനർ MM ഹസൻ കടന്നാക്രമിച്ചിരുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ പറയണമെങ്കിൽ തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും ഒഴിയണം. ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നതെന്നും MM ഹസൻ പറഞ്ഞു. കേരളത്തിന്റെ മാറ്റത്തിന് കാരണം UDF ആണെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLAയും രംഗത്ത് വന്നിരുന്നു. കേരളം വ്യവസായ സൗഹൃദമാണെന്ന ശശി തരൂർ MPയുടെ വാദം തള്ളാതെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് ബാലൻ തരൂരിനെ പിന്തുണച്ചു വന്നത്. വസ്തുതകൾ നിരത്തിയാണ് അദ്ദേഹത്തെ വിമർശിക്കേണ്ടത്. ലോകത്തെ പ്രമുഖ അവാർഡുകൾ പിണറായി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. നീതി ആയോഗിന്റെ റേറ്റിംഗിൽ നമ്പർ 1 ആണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. കേരളം ഇന്ത്യക്ക് അഭിമാനമാണെന്നും അതിൽ ചെറിയ ഭാഗം മാത്രമാണ് തരൂർ പറഞ്ഞതെന്നും ശശി തരൂരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന് ദുഷ്ടലാക്കാണെന്നും ബാലൻ വിമർശിച്ചു. വിവരമുള്ള ആരും കോൺഗ്രസിൽ പാടില്ലെന്നാണോ നേതാക്കൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പറഞ്ഞ കാര്യങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണെങ്കിൽ വസ്തുത വെച്ചുകൊണ്ടാണ് അതിനെ എതിർക്കേണ്ടതെന്നും ബാലൻ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയ 500 സ്ഥാപനങ്ങൾ 200 എണ്ണവും പൂട്ടി. എന്നിട്ട് തന്റെ കാലത്താണ് വികസനമെന്ന് സ്വയം പറയുകയാണ്. കേരളത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞാൽ 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന ഭയമാണെന്നും ബാലൻ കൂട്ടിച്ചേർത്തു. തരൂരിന്റെ പ്രസ്താവനയെ മുസ്ലിം ലീഗ് തള്ളിയതും ശ്രദ്ധേയമാണ്. കേരളത്തിലുണ്ടായ എന്തു മാറ്റത്തിനും അടിസ്ഥാന കാരണം UDF സർക്കാരുകളാണെന്ന് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളം എല്ലാ മേഖലയിലും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണെന്നും 1991 ശേഷമാണ് മാറ്റങ്ങൾ ഉണ്ടായത്. കിൻഫ്രയും അക്ഷയ കേന്ദ്രങ്ങളും എഞ്ചിനീയറിംഗ് കോളേജുകളും ആരംഭിച്ചതാണ് ഇതിന് കാരണം. നോക്കുകൂലിയും അക്രമ സമരവുമായിരുന്നു വ്യവസായ സൗഹൃദത്തിന് തടസ്സമായതെന്നും ഇപ്പോഴത്തെ പ്രതിപക്ഷം ആ നിലയ്ക്ക് പോയിട്ടില്ല. കേരളത്തിലുണ്ടായ മാറ്റങ്ങൾക്ക് കാരണം UDF സർക്കാരുകളാണെന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കുറുക്കൻ മെഞ്ഞിരുന്ന കാക്കനാടിന് ഇന്നത്തെ IT ഹബ്ബാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെയാണെന്നും ഉദ്ധരിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി വാർത്താമാധ്യമങ്ങളോട് പറയുകയുണ്ടായി. തരൂരിന്റെ ലേഖനത്തിലുള്ള ലീഗിന്റെ രാഷ്ട്രീയ നിലപാട് സമയമാകുമ്പോൾ പറയുമെന്നും പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ട ഭാഷയിൽ പറയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തരൂരിനെതിരെ UDF പാളയത്തിൽ നടക്കുന്നത്. താൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ദുരന്ത ബാധിതരെ കേന്ദ്ര സർക്കാർ അപമാനിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനെതിരെ പ്രതികരിക്കണം. ഇന്ത്യക്കാരെ തടവുള്ളികളെ പോലെ അമേരിക്കയിൽ നിന്ന് എത്തിക്കുന്നതും അപമാനകരമാണെന്നും ഇതിൽ അഭിമാനിക്കാനൊന്നുമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി. ലേഖനം വായിച്ച ശേഷം മാത്രം അഭിപ്രായം പറയണമെന്നും പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമായിരുന്നു ഈ വിവാദങ്ങളോടൊക്കെയുള്ള തരൂരിന്റെ പ്രതികരണം. തന്റെ നിലപാട് വികസനത്തിനും നിക്ഷേപത്തിനും വേണ്ടിയാണെന്നും വേണമെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും മാറി നിൽക്കാമെന്നും തരൂർ പറഞ്ഞു. എന്നിരുന്നാലും താൻ പറഞ്ഞ നിലപാടിൽ നിന്നും ഒരു തരി പിന്നോട്ടില്ലെന്നും അഭിപ്രായം ഇനിയും പറയുമെന്നും തരൂർ വ്യക്തമാക്കി.